അടുത്തായിട്ട് നമ്മൾ കാണുവാൻ വേണ്ടി പോകുന്നത് B21EC06DC മൈക്രോ എക്കണോമിക്സ് 2 ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആണ്. ഒക്കൻസ് ലോ ആൻഡ് ദ ഫിലിപ്സ് കർവ് ആണ് ഈ യൂണിറ്റിൽ നമ്മൾ പഠിക്കുവാനുള്ളത്. എന്താണ് ഒക്കൻസ് ലോ നമുക്ക് നോക്കാം. ഒക്കൻസ് ലോ എന്നത് ആർതർ മെൽവിൻ ഒക്കൻ എന്ന എക്കണോമിസ്റ്റിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു യേൽ യൂണിവേഴ്സിറ്റിയിലെ എക്കണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1928 മുതൽ 1980 വരെയായിരുന്നു. ഈ ലോ അദ്ദേഹം 1960കളിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. ഒക്കൻസ് ലോ സംസാരിക്കുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിലെ ചേഞ്ചസും റിയൽ എക്കണോമിക് ഗ്രോത്തിലും ഉണ്ടാകുന്ന ചേഞ്ചസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും റിയൽ എക്കണോമിക് GDPയുടെ ഗ്രോത്തും തമ്മിലുള്ള ആ ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് എക്കണോമിയുടെ ഔട്ട്പുട്ട് ഗ്രോത്തിലുണ്ടാകുന്ന മാറ്റവും അൺഎംപ്ലോയ്മെൻറ്റിലുണ്ടാകുന്ന മാറ്റവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇതിൻ്റെ കീ ഐഡിയ എന്ന് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒരു സ്റ്റഡി സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എക്കണോമിയുടെ GDP ഗ്രോത്ത് പൊട്ടൻഷ്യലും GDPയുടെ ഗ്രോത്തിനും ക്ലോസ് ആയിരിക്കണം. അതായത് പൊട്ടൻഷ്യലിനനുസരിച്ച് GDP ഗ്രോ ചെയ്താൽ മാത്രമേ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഒരു കൃത്യമായിട്ടുള്ള നിലവിൽ കൂടത്തുള്ളൂ. ഓക്കെ, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് അതായത് അങ്ങനെ നിലനിന്നും പോകത്തുള്ളൂ. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ GDPയുടെ പൊട്ടൻഷ്യലിനെക്കാട്ടിയും കൂടുതലായിട്ട് ഫാസ്റ്ററായിട്ട് എന്ത് ചെയ്യണം, GDP വളരണം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ GDP ഗ്രോ ചെയ്യുന്നതെന്ന് മാത്രം അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനാവില്ല. പൊട്ടൻഷ്യൽ GDP ഒക്കെ അതായത് നമ്മുടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായി അതിന് മേളിൽ ഒരു ഇന്നോവേഷനോ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റോ ഉണ്ടായതിന് മേളിൽ എക്കണോമിക് ഗ്രോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ അൺഎംപ്ലോയ്മെൻറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഒക്കൻസ് ലോ പറഞ്ഞു വയ്ക്കുന്നത്. ഒക്കൻസ് ലോയിൽ ഈ റിലേഷൻഷിപ്പാണ് ശ്രദ്ധിക്കേണ്ടത്. ആക്ച്വൽ GDPയും പൊട്ടൻഷ്യൽ GDP അപേക്ഷിച്ച് പൊട്ടൻഷ്യൽ GDP അപേക്ഷിച്ച് കുറയുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഒക്കൻസ് ലോ പ്രകാരം പൊട്ടൻഷ്യൽ GDP അപേക്ഷിച്ച് ആക്ച്വൽ GDP എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ GDP അപേക്ഷിച്ച് 2% ഫോൾ ചെയ്താൽ ഏകദേശം ഒരു 1% ഇൻക്രീസ് അൺഎംപ്ലോയ്മെൻറ്റിൽ ഉണ്ടാകും എന്നാണ് ആര് പറയുന്നത്, ഒക്കൻസ് ലോ വെച്ചിട്ട് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് എക്കണോമിയുടെ പൊട്ടൻഷ്യൽ ലെവലിനേക്കാൾ താഴേക്ക് പോകുമ്പോൾ ലേബർ മാർക്കറ്റിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് എക്കണോമിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും. അൺഎംപ്ലോയ്മെൻറ്റ് 1% ഇൻക്രീസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു GDP ഒരു 3% റൈസ് ആയിട്ടുണ്ട് എന്നാണ് ഒക്കൻസ് ലോയുടെ. ഇതാണ് ഒക്കൻസ് ലോയുടെ റിലേഷൻഷിപ്പ് പറഞ്ഞു വെക്കുന്നത്. അടുത്തായിട്ട് ഒക്കൻസ് ലോയുടെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് കാണാം. y - y star = ബീറ്റ ഇൻറ്റു u - u star എന്നാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇവിടെ y എന്ന് പറയുന്നത് ആക്ച്വൽ GDPയും y സ്റ്റാർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ GDP ആണ്. ബീറ്റ എന്ന് പറയുന്നത് ഒക്കൻസ് കോഎഫിഷ്യൻ്റ് ആണ്. u എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റും u സ്റ്റാർ എന്ന് പറയുന്നത് പ്രീവിയസ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റുമാണ്. y - y സ്റ്റാർ ഔട്ട്പുട്ട് ഗ്യാപ്പിനെ കാണിക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് പറഞ്ഞത്. അതായത് ആക്ച്വൽ GDPയും പൊട്ടൻഷ്യൽ GDPയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ആക്ച്വൽ GDP, പൊട്ടൻഷ്യൽ GDP, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്നിവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഔട്ട്പുട്ട് ഗ്യാപ്പ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ഇതുമായിട്ട്, കാരണം ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോഎഫിഷ്യൻ ഓഫ്, അല്ലെങ്കിൽ അത് ഇറ്റ്സ് അഫക്റ്റഡ് ബൈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, വേരിയബിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞ വേരിയബിൾസ് തന്നെയാണ്. ഒക്കൻസ് കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു കോഎഫിഷ്യൻ്റ് ആയിട്ടാണ് കാണുന്നത്. നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, പ്രീവിയസ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഔട്ട്പുട്ട് ഗ്യാപ്പും അൺഎംപ്ലോയ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് ഗ്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ GDPയും പൊട്ടൻഷ്യൽ GDPയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ ഔട്ട്പുട്ട് ഗ്യാപ്പ്
അൺഎംപ്ലോയ്മെൻറ്റ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനെയും ബന്ധപ്പെട്ടിരിക്കുന്ന ഡീവിയേഷനുമായിട്ട് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് മൈനസ് പ്രീവിയസ് റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഡീവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഒക്കൻസ് ലോ പ്രധാനമായിട്ടും ഔട്ട്പുട്ട് ഗ്യാപ്പും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അവസാനമായി ആക്ച്വൽ ജി ഡി പി പൊട്ടൻഷ്യൽ ജി ഡി പി നമ്മൾ ഡിഫറൻസ് ആയിട്ട് ഔട്ട്പുട്ട് ഗ്യാപ്പിനെ കാണുന്നു. ഔട്ട്പുട്ട് ഗ്യാപ്പ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൻ്റെ നാച്ചുറൽ റേറ്റുമായിട്ട് എന്തുമാത്രം ഡീവിയേഷൻ ഉണ്ട് എന്നും കാണിച്ച് തരുന്നു. ഓക്കെ, ഒക്കൻസ് ലോ ഉപയോഗിച്ച് നമുക്ക് എക്കണോമിയുടെ ഫുൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് എത്രമാത്രമായിട്ട് അകന്നാണ് ഇപ്പോഴത്തെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് നിൽക്കുന്നതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ചുരുക്കത്തിൽ പറഞ്ഞാൽ എക്കണോമിയിലെ ഔട്ട്പുട്ടിലുള്ള ഗ്യാപ്പും അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള ഡീവിയേഷനാണ് എന്ത് ഒക്കൻസ് ലോ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് ഫിലിപ്സ് കർവ് എന്താണെന്ന് നോക്കാം. ഫിലിപ്സ് കർവ് അത് അവതരിപ്പിച്ചത് ആൽബൻ വില്യം ഹ്യൂസ്കോ ഫിലിപ്സ് എന്ന ന്യൂസിലൻഡ് എക്കണോമിസ്റ്റാണ്. അദ്ദേഹം 1914 തൊട്ട് 75 വരെ ഉണ്ടായിരുന്ന ഒരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അത് കാണിച്ചു തരുന്നത്. 1950 ഫിലിപ്സ് കൈനീഷ്യൻ അനലിറ്റിക്കൽ, അതായത് കൈനീഷ്യൻ ഫ്രെയിംവർക്കിനെ അനലൈസ് ചെയ്യുന്നത്. ഈ ഫ്രെയിംവർക്ക് അനുസരിച്ച് റിസഷൻ സമയത്ത് ഇൻഫ്ലേഷണറി പ്രഷർ ജനറലി ലോ ആയിരിക്കും. പക്ഷേ ഔട്ട്പുട്ട് പൊട്ടൻഷ്യൽ ജി ഡി പി എത്തുകയോ അതിനെ എക്സീഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷൻ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ അടിസ്ഥാനത്തിൽ ഫിലിപ്സ് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ തമ്മിലുള്ള റിലേഷൻഷിപ്പും മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇതിലൂടെ പോളിസി മേക്കേഴ്സിന് എക്കണോമിക് ഗ്രോത്തും പ്രൈസ് സ്റ്റെബിലിറ്റിയും ബാലൻസ് ചെയ്ത്, അതായത് ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് അൺഎംപ്ലോയ്മെൻറ്റിന് കാരണമാകും, അത് അവിടെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ എങ്ങനെ ആ റിലേഷൻഷിപ്പ് എന്താണ് എന്ന് മനസ്സിലാക്കി പോളിസി മേക്കേഴ്സിന് കൃത്യമായിട്ടൊരു ബാലൻസ്ഡ് ഗ്രോത്തും പ്രൈസ് സ്റ്റെബിലിറ്റി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിന് ഫിലിപ്സ് കർവ് സഹായിച്ചു. ഫിലിപ്സ് എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 1861 തൊട്ട് 1957 വരെയുള്ള 97 വർഷത്തെ UK ഡേറ്റ എടുത്ത് പഠിച്ചു. ഇതിൻ്റെ സ്റ്റഡി മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വേജസ് അൺഎംപ്ലോയ്മെൻറ്റും ആയിരുന്നു. ലേബർ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മണി വേജ് റേറ്റിനെയും പ്രൈസിനെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുവെന്ന് അദ്ദേഹം എക്സാമിൻ ചെയ്തു. ഈ സ്റ്റഡിയിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് എന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഹൈ ആയിട്ടിരിക്കുമ്പോൾ ഇൻഫ്ലേഷൻ ജനറലി ലോ ആയിരിക്കും. അതായത് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് സമയത്ത് ലോ ഇൻഫ്ലേഷൻ ആയിരിക്കും, ലോ അൺഎംപ്ലോയ്മെൻറ്റ് സമയത്ത് റാപ്പിഡ്ലി റൈസിങ് ഇൻഫ്ലേഷൻ ആയിരിക്കും. ഓക്കെ, ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ പറയുന്നതാണ് ഫിലിപ്സ് കർവ് എന്ന്. ഫിലിപ്സിൻ്റെ കൺക്ലൂഷൻ അനുസരിച്ച് നോൺ ഇൻഫ്ലേഷണറി പ്രൈസ് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ, അതായത് നോൺ ഇൻഫ്ലേഷണറി പ്രൈസ് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ റിലേറ്റീവ്ലി ഹൈ ലെവൽ ഓഫ്, അതായത് ഇൻഫ്ലേഷൻ ഉണ്ടാവേണ്ടിയിരിക്കണമെങ്കിൽ ഹൈ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നാണ് ഫിലിപ്സിൻ്റെ കണ്ടുപിടുത്തം. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് കുറയുമ്പോൾ ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യും, അത് എക്കണോമിയിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. അതിനാൽ ഒരേ സമയത്ത് എക്കണോമിയിൽ ലോ ഇൻഫ്ലേഷനും ലോ അൺഎംപ്ലോയ്മെൻറ്റും അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇതാണ് ഒരുമിച്ച് ലോ ഇൻഫ്ലേഷൻ ലോ അൺഎംപ്ലോയ്മെൻറ്റ് ഒരുമിച്ച് എക്കണോമിയിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല എന്നതാണ് ഫിലിപ്സിൻ്റെ മേജറായിട്ടുള്ള കോൺട്രിബ്യൂഷൻ. ഫിലിപ്സ് കർവിൻ്റെ ഷേപ്പ് നോക്കാം നമുക്ക്. ഫിലിപ്സ് കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് റേറ്റ് ഓഫ് മണി വേജ് റേറ്റും റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിൽ റിലേഷൻഷിപ്പാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇതും തമ്മിലുള്ള ഒരു റിലേഷനാണ് കാണിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കുറയുന്നതിനനുസരിച്ച് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേ. മറുവശത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഉയരുകയാണെങ്കിൽ വെച്ചു ഇൻഫ്ലേഷൻ പ്രഷർ കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഫിലിപ്സ് കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, വേജ് പുഷ് ഇൻഫ്ലേഷൻ അവോയ്ഡ് ചെയ്യാനും നോൺ ഇൻഫ്ലേഷണറി പ്രഷർ അച്ചീവ് ചെയ്യാനും എക്കണോമിയിൽ ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്
ഉണ്ട്. അതായത് ഓൺ ടു എന്ന് പറയുന്നത് ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. സി ഇഫ് ദ എക്കണോമി വോണ്ട്സ് എ ലോവർ പ്രൈസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഓഫ് P2, ഇറ്റ് ഹാവ് ടു അക്സെപ്റ്റ് എ ഹൈ റേറ്റ് ഓഫ് OM2 ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ് ഫിലിപ്സ് പറഞ്ഞു വയ്ക്കുന്നത്. ഇതൊരു മണി വേജ് റേറ്റ് ആൻഡ് മണി വേജ് റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ഇൻഫ്ലേഷൻ റേറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഹൈ ആയിരിക്കുന്ന സമയത്ത് മണി വേജ് റേറ്റ് കുറഞ്ഞിരിക്കുന്നത് ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ തിയററ്റിക്കൽ ഫ്രെയിംവർക്കിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടാകാൻ കാരണം എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ലേബർ, രണ്ടാമതായിട്ട് ഹൈ എക്കണോമിക് ആക്ടിവിറ്റി, ബൂം പീരീഡിൽ എക്സസ് ഡിമാൻഡ് ഫോർ ലേബർ, മൂന്നാമതായിട്ടുള്ള ഒക്യുപ്പേഷൻ ആൻഡ് ജോഗ്രഫിക്കൽ ഷോർട്ടേജ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് നോക്കാം. കാരണം ഇത് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അതെന്ത് കാരണങ്ങൾ കൊണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. ആ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസ്ഡ് ലേബർ ഉണ്ടെങ്കിൽ, അതായത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ആളുകൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അവർ വേജസ് ലേബർ പ്രൊഡക്ടിവിറ്റിയുടെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓർഗനൈസ്ഡ് ആണ്, അവർ ഗ്രൂപ്പ് ഉണ്ട്, അവരെന്ത് ചെയ്യും, ഇപ്പോൾ പറയാണ് ഒരു ഗ്രൂപ്പ് ഒരു യൂണിയൻ അവർ ഫോം ചെയ്തിട്ട് അവർ പറയാണ് ഞങ്ങൾക്ക് ഇത്ര വേജ് തരണം അല്ലെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇൻഡസ്ട്രീസ് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യും, ലേബർ യൂണിയൻസിൻ്റെ ബാർഗനിങ് സ്ട്രെങ്ത് കാരണം അവരെന്ത് ചെയ്യുന്നു, അവർ കൂടുതൽ ഇൻക്രീസ് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, അവരുടെ വേജ് പുഷ് ചെയ്ത് ഹയർ ആക്കുന്നു. ഇത് വേജ് പുഷ് ഇൻഫ്ലേഷന് കാരണമാവും. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് മാനേജ്മെൻറ്റും ലേബർ യൂണിയൻ്റെയും ബാർഗനിങ് സ്ട്രെങ്ത്, ബിസിനസ് ആക്ടിവിറ്റി അൺഎംപ്ലോയ്മെൻറ്റിൻ്റെയും ഒരു ലെവലിന് അനുസരിച്ചിരിക്കും. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ലോ ആയിരിക്കുന്ന സമയത്ത് ലേബർ യൂണിയൻസിന് ലാർജർ വേജ് ഇൻക്രീസ് ഡിമാൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഈ ലോ അൺഎംപ്ലോയ്മെൻറ്റ് പീരീഡിൽ സാധാരണ ഹൈ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സമയമാണ്. കാരണം ലോ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, കൂടുതൽ ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ, കൂടുതൽ ബിസിനസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ ജോലി സാധ്യതകൾ കൂടുതൽ, അതുകൊണ്ട് ലോ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. ഈ സമയത്ത് ഈ ജോലിക്കാരെ ബിസിനസ്സിന് ആവശ്യമായിട്ടൊന്ന് മനസ്സിലാക്കി ലേബർ യൂണിയൻ എന്ത് ചെയ്യും, വേജസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എംപ്ലോയീസ് അവർക്ക് കൂടുതൽ ലാഭം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, കൂടുതൽ സാലറി. പക്ഷേ ഈ കൂടുതൽ സാലറി കൊടുക്കുന്ന സമയത്ത് ഇവർ സ്പെൻഡ് ചെയ്യും. ഈ കൂടുതൽ എമൗണ്ട് വരുന്നത് അവരെന്ത് ചെയ്യും, സ്പെൻഡ് ചെയ്യും. അത് വേജ് പുഷ് ഇൻഫ്ലേഷന് കാരണം. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞിരിക്കുന്നു, സാലറി കൂടുന്നു, അത് വേജ് പുഷ് ഇൻഫ്ലേഷന് കാരണമാവും. എക്കണോമിയിൽ ഹൈ ഡിമാൻഡ്, അതായത് എക്സസ് ഡിമാൻഡ് ഫോർ ലേബറിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടായി, എക്കണോമിക് ആക്ടിവിറ്റി കൂടുന്നുണ്ട്, ഹൈ ബൂം പീരീഡ് ആണ് എങ്കിൽ അവിടെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കും. ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ലേബറിനുള്ള ഡിമാൻഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ എക്കണോമിയിൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ബൂം പീരീഡിൻ്റെ സമയത്ത് എംപ്ലോയേഴ്സ് തമ്മിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും. ഞങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ആൾക്കാർ വേണം. അപ്പോൾ അവർ തമ്മിലും ഈ കൂടുതൽ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഇവരെന്ത് ചെയ്യും, വേജ് കൂട്ടി കൊടുക്കും. അതായത് മണി വേജസ് ഇൻക്രീസ് ചെയ്ത് ലേബറിനെ ഇങ്ങോട്ട് പിടിച്ചെടുക്കും. ഈ പിടിച്ചെടുക്കുന്ന സമയത്ത് ലേബർ ഇങ്ങോട്ട് വരണമെങ്കിൽ അവർക്ക് വേജ് കൂട്ടി കൊടുത്തല്ലേ അവർ ഇങ്ങോട്ട് വരത്തുള്ളൂ. അപ്പോൾ വേജ് കൂടുകയും അൺഎംപ്ലോയ്മെൻറ്റ് കുറയുകയും ചെയ്യുന്നു. ഇവിടെ ആക്റ്റീവ്ലി യൂണിയൻസ് വേജ് ഡിമാൻഡ് ചെയ്യുന്നില്ലെങ്കിലും ഒരു പാസീവായിട്ടുള്ള റോൾ അവരും ചെയ്യുന്നു. അവരും ഈ വേജ് റേറ്റ് കൂട്ടി ആൾക്കാരെ ഈ ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. വേജ് റേറ്റ് ഹൈ ആയിരിക്കും. വേജ് റേറ്റ് ഹൈ ആണെങ്കിൽ ഇൻഫ്ലേഷൻ കാരണം വേജസ് കൂടുതൽ കിട്ടുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അത് സ്പെൻഡ് ചെയ്യാൻ നേരത്ത് അവർ കൂടുതൽ പ്രോഡക്ട്സ് ഡിമാൻഡ് ചെയ്യാൻ നേരത്ത് സപ്ലൈക്കാട്ടിയും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഹൈക്ക് ചെയ്യുമ്പോൾ ആ സാധനം കൃത്യമായിട്ട് പ്രൈസ് റൈസിന് കാരണമാവും. അടുത്ത റീസൺ എന്ന് പറയുന്നത് ഒക്യുപ്പേഷണൽ ആൻഡ് ജോഗ്രഫിക്കൽ ഷോർട്ടേജ് ഓഫ് ലേബർ. ചില സ്പെസിഫിക് ഒക്യുപ്പേഷൻസിലോ സെക്ടേഴ്സിലോ ജോഗ്രഫിക്കൽ ഏരിയാസിലോ ലേബർ ഷോർട്ടേജ് ഉണ്ടെങ്കിൽ, ഈ പർട്ടിക്കുലർ ഒക്യുപ്പേഷനിൽ വർക്കേഴ്സിൻ്റെ സപ്ലൈ കുറവാണെങ്കിൽ ഈ മേഖലയിൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതുപോലെ ചില ജോഗ്രഫിക്കൽ ഏരിയാസിൽ
ലേബറേഴ്സ് ഷോർട്ടേജ് ഉണ്ടായാലും വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ഈ വേജ് ഷോർട്ടേജ് വേജസ് കൂട്ടിക്കൊടുത്ത് വേറെ ആൾക്കാരെ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഈ വേജ് ഷോർട്ടേജും അതായത് ലേബർ ഡിമാൻഡിനെക്കാട്ടിയും ഡിമാൻഡ് ഹൈയും സപ്ലൈ കുറവാണെങ്കിൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യും. ഇതും വേജ് പുഷ് ഇൻഫ്ലേഷന് കാരണം. ഓക്കെ, ഇങ്ങനെയാണ് ഫിലിപ്സ് കർവ് വർക്ക് ചെയ്യുന്നത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കുറവായിട്ടിരിക്കുന്ന സമയത്ത് വേജ് പുഷ് ഇൻഫ്ലേഷൻ കൂടുതലായിരിക്കും. അദ്ദേഹം ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ ഫിലിപ്സ് കർവ് വെച്ചിട്ടാണ്. റിലേഷൻഷിപ്പ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഫ്ലേഷൻ തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ജനറലി അൺഎംപ്ലോയ്മെൻറ്റ് ഡിക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. മറുവശത്ത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഉണ്ടാവും. ഇതിനകത്ത് വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ട് മാർക്കറ്റിൽ. ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ തരത്തിലുള്ള ഇൻഫ്ലേഷൻ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രീസിൻ്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശിന് അവർ കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കും. കാരണം അവിടെ പ്രോഡക്ട്സിന് എന്ത് ചെയ്യുന്നു, ഒരു ചെറിയ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ട് മാർക്കറ്റിൽ. ഓക്കെ, നേരത്തെ അൺഎംപ്ലോയ്മെൻറ്റ് കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ലോ ആവുന്ന സമയത്ത് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ പുഷ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ചെറിയ തരത്തിൽ ഇൻഫ്ലേഷണറി പ്രഷർ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞിരിക്കാം, അങ്ങനെ ഒരു സാധ്യതയും കൂടെ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത്, ചെറിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത്, ഒരുപാടല്ല ഞാൻ പറയുന്നത്, ചെറിയ രീതിയിൽ ഇൻഫ്ലേഷണറി പുഷുള്ള സമയത്ത് മാർക്കറ്റിൽ എന്ത് ചെയ്യും, ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ദേ വിൽ മേക്ക് മോർ പ്രോഫിറ്റ്. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം പ്രോഡക്ട്സിന് there will be more demand than a supply. ഓക്കെ, അപ്പോൾ ഈ ഡിമാൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഡിമാൻഡ് ഇൻക്രീസ് ആയി നിൽക്കുന്ന സമയത്ത് സപ്ലൈ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാനുഫാക്ചറേഴ്സ് കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ റോ മെറ്റീരിയൽസ് വേണം. കൂടുതൽ റോ മെറ്റീരിയൽസ് മാത്രമല്ല, ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം വേണം. അപ്പോൾ ലേബറും കൂടുതൽ വേണം. ലേബർ കൂടുതൽ വേണമെങ്കിൽ ഹയർ വേജ് റേറ്റ് കൊടുത്താലേ അവരെ കിട്ടത്തുള്ളൂ. അങ്ങനെ ആ വേജസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുവഴി കൂടുതൽ ആൾക്കാർ ജോലിക്ക് വയ്ക്കാൻ നേരത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞു വരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് റിഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഹാവ് ടു അക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ദർ വിൽ ബി ഹയർ ഇൻഫ്ലേഷൻ റേറ്റ്. ഓക്കെ, ഇൻഫ്ലേഷൻ റിഡ്യൂസ് ചെയ്യണമെങ്കിൽ അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് സാക്രിഫൈസ്, ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് സാക്രിഫൈസ് ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഷോർട്ട് റണ്ണിൽ ലോ അൺഎംപ്ലോയ്മെൻറ്റ് ലോ ഇൻഫ്ലേഷനും ഒരുമിച്ച് അച്ചീവ് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണെന്നാണ് ഫിലിപ്സ് കർവ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ ഷോർട്ട് റൺ, ഈ ട്രേഡ് ഓഫ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഷോർട്ട് റണ്ണിൽ വർക്കേഴ്സും ഫേംസും അവരുടെ പ്രൈസ് എക്സ്പെക്റ്റേഷൻസ് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻകംപ്ലീറ്റ് ആണ്. ഈ ഇൻകംപ്ലീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള ഷോർട്ട് റണ്ണിലുള്ള ഇൻവേഴ്സ് റിലേഷൻഷിപ്പിന് കാരണമാകുന്നത്. ഷോർട്ട് റണ്ണിൽ ഫിലിപ്സ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. എന്നാൽ എഡ്മണ്ട് ഫിലിപ്സും മിൽട്ടൺ ഫ്രീഡ്മാനും എക്സ്പെക്റ്റേഷൻസ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്ന ഒരു പുതിയത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റൺ ഫിലിപ്സ് കർവ് എന്നാണ് പറയുന്നത്. അതിന് ഇങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇൻ ദ ലോങ് റണ്ണിൽ എന്താന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഷോർട്ട് റൺ ഫിലിപ്സ് കർവിലും ഷിഫ്റ്റ് ഉണ്ടാവാം. ഓക്കെ, ആൻഡ് ഫ്രീഡ്മാൻ ആൻഡ് ഫെൽപ്സ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തിയററ്റിക്കൽ ബേസ് വെച്ച് ഫിലിപ്സ് കർവും ഫിലിപ്സിൻ്റെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യും. എവിടെയാണ്? ഷോർട്ട് റണ്ണിൽ വർക്ക് ചെയ്യും. ലോങ് റണ്ണിൽ എക്സ്പെക്റ്റേഷൻസ് ഓഗ്മെന്റഡ് ഫിലിപ്സ് കർവാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ലോങ് റണ്ണിൽ ഫിലിപ്സ് കർവിന് ഒരു വെർട്ടിക്കൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഷോർട്ട് റണ്ണിൽ നിന്ന് ഇമ്പാക്ട് ചെയ്ത് ലോങ് റണ്ണിൽ LRPC എന്ന് പറഞ്ഞ ഈ കളറുള്ള ഇത് കണ്ടല്ലോ, ഈ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും സംഭവിക്കുന്നത് എന്നാണ് ഫ്രീഡ്മാനും എഡ്മണ്ട് ഫെലിപ്സും പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഈ വെർട്ടിക്കൽ ലൈൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ് തിയററ്റിക്കലി പറഞ്ഞു വയ്ക്കുന്നത്. എക്കണോമിയിൽ ഔട്ട്പുട്ടും അൺഎംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ലെവൽസും റിമെയിൻ ചെയ്യുമ്പോൾ ലോങ് റൺ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷനും ഈക്വൽ ആവും. ആക്ച്വൽ ഇൻഫ്ലേഷനും എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷനും ഈക്വൽ ആവും. ഈ ഇക്വിലിബ്രിയം റേറ്റ് ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അറ്റൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ റേറ്റ്, അപ്പോൾ നമ്മൾ ചോദിക്കുക എന്താണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഈ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യാനോ, അതായത്
that rate of unemployment at which inflation doesn't have any tendency to increase or decrease. അതായത് ആ ഒരു സമയത്ത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്തില്ല. ഓക്കെ, അതായത് ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആയിട്ടിരിക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിനെയാണ് നമ്മൾ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊരു ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല, അത് അവിടെ തന്നെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും. ഈ ഇവിടെ ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അതായത് അത് കൃത്യമായിരിക്കും. ഇൻഫ്ലേഷൻ സ്റ്റേബിൾ ആയിരിക്കുന്ന അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, അതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോങ് റണ്ണിൽ എക്കണോമിലി നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് ഫിലിപ്സ് കർവ് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു, ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് ഫിലിപ്സ് കർവിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിലിപ്സ് കർവ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈനിൽ ക്രോസ് ചെയ്യുന്ന പോയിന്റിൽ ആക്ച്വൽ ഇൻഫ്ലേഷൻ റേറ്റ് എക്സ്പെക്റ്റേഷൻ ഇൻഫ്ലേഷൻ റേറ്റ് ഈക്വൽ ആകുന്ന അവസ്ഥയാണ്. ഓക്കെ, ഫിലിപ്സ് കർവ് അപ്വേർഡായിട്ട്, അതായത് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് ഇൻക്രീസ് ചെയ്താൽ ഫിലിപ്സ് കർവ് അപ്വേർഡ് ഷിഫ്റ്റ് ചെയ്യും. ഇതേ സമയത്ത് എക്സ്പെക്റ്റേഷൻസ്, ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിപ്സ് കർവ് ഡൗൺവേർഡും ഷിഫ്റ്റ് ചെയ്യും. അതിനാൽ ലോങ് റണ്ണിൽ എക്സ്പെക്റ്റേഷൻസ് ചേഞ്ചസ് ചെയ്യുന്നത് ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൻ്റെ പൊസിഷൻ മാറ്റി ഇങ്ങനെ SRP1 ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 1, ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് 2, 3 ഇതിങ്ങനെ മൂവ് ചെയ്ത് അത് കൃത്യമായിട്ട് ഈ ലോങ് റൺ പെർസ്പെക്റ്റീവിൽ ഒരു വെർട്ടിക്കൽ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് വരും. ഓക്കെ, അതിവിടെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് 5% ഒരു എക്കണോമിയിൽ പ്രിവെയിൽ ചെയ്യുന്ന നാച്ചുറൽ റേറ്റ് ഓഫ് എക്കണോമിയിൽ നോക്കാം. സപ്പോസ് എക്കണോമിയിൽ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് 5% ആണ്, ഇൻഫ്ലേഷൻ റേറ്റ് 2% ആയിട്ട്, അത് ഹയർ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ലോ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ആണെന്ന് നമുക്ക് അറിയാം. ഈ സമയത്തുണ്ടാകുന്ന ഷോർട്ട് റൺ ഫിലിപ്സ് കർവാണ് ഇത്. ഈ ഇൻഫ്ലേഷൻ, ഈ 2% ഇൻഫ്ലേഷൻ റേറ്റ് ഫ്യൂച്ചറിൽ കണ്ടിന്യൂ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. ഈ സിറ്റുവേഷനാണ് നമ്മൾ ഇനിഷ്യലി ഇതാണ്ട് എ എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു പോളിസി ഇൻ്റർവെൻഷൻ കൊണ്ടുവരുന്നു. ഈ പോളിസി ഇൻ്റർവെൻഷൻ കാരണം അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അതിനായിട്ട് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി എന്ത് ചെയ്യുന്നു, 5% നിന്ന് 3% റെഡ്യൂസ് ചെയ്യുന്നു. ഇമേജ് ഞാൻ ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇൻ്റർവെൻഷൻ കാരണം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ത് ചെയ്യുന്നു, അതായത് ഗവൺമെൻറ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു, അതായത് മോണിറ്ററി പോളിസി ഫിസ്ക്കൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഗവൺമെൻറ് മോണിറ്ററി പോളിസി ഫിസ്ക്കൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു പ്രധാന ഒബ്ജക്റ്റീവ് ആയിരുന്നു. 5% അൺഎംപ്ലോയ്മെൻറ്റ് 3%ലേക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവരെല്ലാം ചെയ്ത്. അപ്പോൾ ഒബ്വിയസ്ലി എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സപ്ലൈ അവിടെ കൂടുന്നില്ല, ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ദർ വിൽ ബി ഇൻഫ്ലേഷൻ. ആ ഇൻഫ്ലേഷൻ ഇവിടെ നിന്ന് എങ്ങനെ മൂവ് ചെയ്യും, 2% നിന്ന് 5%ലേക്ക് ഇൻക്രീസ് ചെയ്യും. അതാണ് ഷോർട്ട് റണ്ണിൽ ബി പോയിന്റിൽ നിന്ന് എ പോയിന്റിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ആക്ച്വൽ ഇൻഫ്ലേഷൻ റേറ്റ് 2% നിന്ന് 5% ആയിട്ട് ആ സമയത്ത് ഇൻക്രീസ് ചെയ്യും. ഇതാണ് ഈ മൂവ്മെൻറ്റ് ഫ്രം ഈ ഷോർട്ട് റൺ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് A to B എന്നുള്ളതാണ് ഷോർട്ട് റണ്ണിൽ മൂവ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പെക്റ്റേഷനേക്കാൾ ആക്ച്വൽ ഇൻഫ്ലേഷൻ ഉയർന്നപ്പോൾ എന്ത് ചെയ്യുന്നു, ആളുകൾ ഹയർ വേജസ് ഒബ്വിയസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു വേജ് അഡ്ജസ്റ്റ്മെൻറ്റ് സംഭവിക്കും. ഹയർ വേജസ് ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് കമ്പനികൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവർക്ക് ഹൈ വേജസ് അപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, അൺഎംപ്ലോയ്മെൻറ്റ് കൂട്ടും. കുറച്ച് ആൾക്കാരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അപ്പോൾ അവരെല്ലാവരെയും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ആ സമയത്ത് ഈ അൺഎംപ്ലോയ്മെൻറ്റ് വീണ്ടും തിരിച്ച് ഈ 3% നിന്ന് 5% ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അതായത് A to B ഇൻക്രീസ് ആവാൻ കാരണം, A to B മൂവ്മെൻറ്റിന് കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷണറി പ്രശ്നമാണെങ്കിൽ B to Cക്ക് മൂവ്മെൻറ്റിന് കാരണം അൺഎംപ്ലോയ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഇൻക്രീസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് അപ്പോൾ ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് SRPC2ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു ഹയർ ലെവലിലേക്ക് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് ഹയർ ലെവൽ ഇൻഫ്ലേഷൻ ആൻഡ് ഹയർ ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് എത്തും. ഓക്കെ, ഇക്കണോമി വീണ്ടും നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് എത്തുന്നു. പക്ഷേ ഈ സമയത്ത് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് ഹയർ ആണെന്ന് നമുക്ക് കാണാം. കാരണം നേരത്തെ 2% ആയിരുന്നു, ഇപ്പോൾ 5% ആണ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് നമുക്ക് കാണാം.
ഗവൺമെൻറ് വീണ്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വീണ്ടും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വീണ്ടും കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ അത് ഇൻഫ്ലേഷൻ പ്രഷർ ഉണ്ടാകുന്നു. SRPC 2-ൽ നിന്ന് SRPC 3-ലേക്ക് ഇതെന്ത് ചെയ്യുന്നു, വീണ്ടും നേരത്തെ പോലെ തന്നെ വേജ് ഇൻഫ്ലേഷൻ പ്രഷർ ഉണ്ടാകുന്നു. ലേബർ യൂണിയൻസ് കൂടുതൽ സാലറി ഡിമാൻഡ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് തിരിച്ചു വരുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് തിരിച്ചു വന്ന് 5%ലേക്ക് എന്നു. അപ്പോൾ സിയിൽ വന്ന് ഡിയിലോട്ട് വന്ന്, ഡിയിൽ വന്ന് വീണ്ടും ഇയിലോട്ട് പോകുന്നു. ഈ മൂവ്മെൻറ്റ് സംഭവിക്കും. SRPC 3-യും സംഭവിക്കും. അവസാന എക്കണോമിയിൽ വീണ്ടും നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് തിരിച്ചു വന്നു. ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻസും ഇൻഫ്ലേഷൻ തമ്മിലുള്ള പ്രശ്നമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പോയിന്റുകളെല്ലാം കണക്ട് ചെയ്ത് എയും സിയും ഇയും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ലോങ് റൺ ഫിലിപ്സ് കർവ് കിട്ടും. ദാറ്റ് ഈസ് ഇറ്റ്സ് എ വെർട്ടിക്കൽ ലൈൻ. ആൻഡ് ഈ സമയത്ത് ട്രേഡ് ഓഫ് ഒന്നുമില്ല. ഇൻഫ്ലേഷൻ മാറിയാലും ഈ സമയത്ത് ട്രേഡ് ഓഫ് ഇല്ല. ഇൻഫ്ലേഷൻ അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിൽ ട്രേഡ് ഓഫ് ഇല്ല. ലോങ് റണ്ണിൽ ഇൻഫ്ലേഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റ് പെർമനൻ്റ്ലി റെഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞോ കൂട്ടാനോ കുറയ്ക്കാനോ കഴിയാത്ത ഒരു ലെവലിലേക്ക് എക്കണോമി എത്തിപ്പെടുന്നു. ആ ലെവലിനെയാണ് നമ്മൾ ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റും. ആ എക്കണോമിയിൽ മാറ്റങ്ങൾ സംഭവിക്കാത്ത ദാറ്റ് ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അതാണ് ആ ഇൻഫ്ലേഷൻ എത്ര ഫ്ലക്ച്വേറ്റ് ചെയ്താലും ഇനി അൺഎംപ്ലോയ്മെൻറ്റിന് മാറ്റങ്ങൾ സംഭവിക്കില്ല. ഇതിനെ ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് നെഹ്റു എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. നെഹ്റു അല്ലെങ്കിൽ നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഫിലിപ്സ് 1958 അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ദ മണി വേജ് റേറ്റ് ഇൻ ദ UK, ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം എന്ന പേപ്പർ എഴുതി. ഈ പേപ്പറിൽ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ റേറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടു. അതാണ് ഫിലിപ്സ് കർവായിട്ട് മാറിയത്. റിസഷന് പക്ഷേ സിവിയർ റിസഷന് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും ഹിസ്റ്റോറിക്കലി ഹൈ ലെവലിൽ എത്തിയപ്പോൾ ഫിലിപ്സ് കർവിൻ്റെ തിയററ്റിക്കൽ ബേസിൽ കുറച്ച് ഡൗട്ടുകളുണ്ടായി. ഓക്കെ, ഈ പശ്ചാത്തലത്തിലാണ് ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എഡ്മണ്ട് ഫിലിപ്സ് മിൽട്ടൺ ഫ്രീഡ്മാനും കൊണ്ടുവരുന്നത്. ഓക്കെ, ഫ്രീഡ്മാനും ഫിലിപ്സും ലോ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്സ് ടാർഗറ്റ് ചെയ്യുന്ന മാക്രോ എക്കണോമിക് പോളിസീസിനെ ക്രിട്ടിസൈസ്. കാരണം ഇത്തരം പോളിസീസ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ ചേഞ്ചസിന്, കാരണം ഇൻഫ്ലേഷൻ മാത്രമല്ല ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ആളുകൾ സാധനങ്ങൾ മേടിച്ച് മാറ്റി വയ്ക്കുന്നതിൻ്റെ ആ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ്, കാരണം ഭാവിയിൽ ഇൻഫ്ലേഷൻ കൂടാ അല്ലെങ്കിൽ ഭാവിയിൽ ഇൻഫ്ലേഷൻ കുറയാം, അത് ആളുകളുടെ അഗ്രിഗേറ്റ് ഡിമാൻഡിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഫ്രീഡ്മാനും ഫിലിപ്സും ലോങ് റൺ ഫിലിപ്സ് കർവ് എന്ന് പറയുന്ന മോഡിഫൈഡ് വേർഷൻ ഓഫ് ഫിലിപ്സ് കർവ് അവതരിപ്പിച്ചു. അവരുടെ ആർഗ്യുമെൻ്റ് പ്രകാരം ഫിലിപ്സ് കർവ് ഷോർട്ട് റണ്ണിൽ മാത്രമാണ് അപ്ലൈ ചെയ്തത്. ലോങ് റണ്ണിൽ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസ് ചേഞ്ച് ചെയ്യുക, അതനുസരിച്ച് ഷോർട്ട് റൺ ഫിലിപ്സ് കർവ് ഷിഫ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ലോങ് റണ്ണിൽ അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷൻ തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഇത് ചെയ്യില്ല. അവിടെ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആയിരിക്കും. ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റിൽ വെർട്ടിക്കൽ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ നെഹ്റു എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ടെൻഡൻസി ഇല്ലാത്ത ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് നോൺ ആക്സിലറേറ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇതാണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. നെഹ്റു ആണ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇൻഫ്ലേഷൻ ഡസ് നോട്ട് ഇൻക്രീസ്, ഇൻഫ്ലേഷൻ ഡസ് നോട്ട് ഇൻക്രീസ്, ഇൻഫ്ലേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ് അറ്റ് ദാറ്റ് ടൈം. ഓക്കെ, ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് നെഹ്റു എന്ന് പറയുന്നത്. നെഹ്റു എന്ന് പറയുന്നത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് തന്നെയാണ്. ഇത് എക്കണോമിയിലെ ലോങ് റണ്ണിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. നെഹ്റു എന്നിട്ട് 1970-കളിലാണ് എക്കണോമിക്സിലേക്ക് വരുന്നത്. ഹൈ ആൻഡ് റൈസിങ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷനാണിത്. ഈ സമയത്ത് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൽ എക്കണോമി സ്റ്റക്കായിരിക്കും. ഓക്കെ, റിയൽ വേജ് ഒരു ആർഗ്യുമെൻറ്റും കൂടെ ഇവർ ഫ്രീഡ്മാനും ഫിലിപ്സും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇവരുടെ വ്യൂ പ്രകാരം റാഷണൽ ആൻഡ് വെൽ ഇൻഫോംഡ് ആയിട്ടുള്ള എംപ്ലോയേഴ്സും വർക്കേഴ്സും റിയൽ വേജസിനാണ് ശ്രദ്ധ കൊടുക്കുന്നത്. അതായത് അവിടുത്തെ വേജസ്, റിയൽ വേജസ്, അവരുടെ മണി ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത, അതായത് അവർക്ക് കിട്ടുന്ന വേജസ്, മണി വേജിനെ അവർക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള വേജസിനാണ് നമ്മൾ മണി വേജസ് എന്ന് പറയുന്നത്. ഇതിനെ ഇൻഫ്ലേഷനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് പർച്ചേസിങ് പവർ കിട്ടും. അതാണ് അവരുടെ റിയൽ വേജസ്. ഓക്കെ, 100 രൂപയ്ക്ക് 100 രൂപയുടെ വില, ചിലപ്പോൾ ഒരു 90 രൂപയുടെ വില ഉണ്ടാകത്തുള്ളൂ. 100 രൂപ എന്ന് പറയുന്നത് അവരുടെ വേജ് റേറ്റും 90 രൂപ എന്ന് പറഞ്ഞാൽ പർച്ചേസിങ് പവറുമാണ്. അതാണ് അവരുടെ റിയൽ വേജ് എന്ന് പറയുന്നത്. റിയൽ വേജ് അഡ്ജസ്റ്റ് ചെയ്യുന്നതോടെ ലേബർ സപ്ലൈയും ലേബർ ഡിമാൻഡും ഈക്വൽ ആവുന്നു എന്നാണ് ഫിലിപ്സും ഫ്രീഡ്മാനും പറഞ്ഞു വയ്ക്കുന്നത്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് റിസൾട്ടായിട്ട് ലോങ് റണ്ണിൽ എംപ്ലോയ്മെൻറ്റ് റേറ്റ് നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റിൽ
നിലനിൽക്കും. എവറി എക്കണോമി വിൽ ഹാവ് എ നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ആ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ലെവലിൽ എല്ലാ എക്കണോമിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവും എന്നാണ് ഫ്രീഡ്മാനും ഫെൽപ്സും പറഞ്ഞിരിക്കുന്നത്. ഇതാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കുവാനുള്ള